ചുവപ്പിന്റെ വർണ്ണകാന്തി ചൊരിഞ്ഞ് പാതയോരങ്ങളിൽ ഗുൽമോഹറുകൾ പൂത്തു. കടുത്ത വേനലിൽ വിരിയുന്ന കടുംചുവപ്പ് നിറമുള്ള ഗുൽമോഹർ പൂക്കൾ പ്രണയത്തിന്റെ പര്യായമായിട്ടാണ് കവിതകളിലും വിശേഷിപ്പിക്കപ്പെടുന്നത്. പാതയോരങ്ങളിലും കലാലയ അങ്കണത്തിലും തണൽ വിരിച്ചു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂക്കുന്നത്. ചൂടേറുന്ന വേനൽ മാസങ്ങളിൽ പാതയോരങ്ങളിൽ ഇലപൊഴിച്ച് പൂവേറ്റി നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ യാത്രക്കാർക്ക് പകർന്നു നൽകുന്നത് ഒരുപാട് ഗൃഹാതുരത്വമുള്ള ഓർമ്മകൾ കൂടിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശാലമായ ക്യാമ്പസുകളിലെമ്പാടും രക്തവർണം പടർത്തി നിൽക്കുന്ന ഗുൽമോഹറുകളുണ്ട്. അതുകൊണ്ടുതന്നെ പൂത്തുനിൽക്കുന്ന ഗുൽമോഹറുകൾ എപ്പോഴും കലാലയ ജീവിതത്തിന്റെ ഓർമ്മകളെ മാടി വിളിക്കുന്നവയാണ്. ആംഗലേയ കവി T.S. എലിയറ്റ് ഏറ്റവും ക്രൂരമായ മാസമെന്ന് വിശേഷിപ്പിച്ച മാസമാണ് ഗുൽമോഹറുകൾ പൂക്കുന്ന ഏപ്രിൽ. പരീക്ഷകൾ അവസാനിച്ച് കലാലയ ജീവിതത്തിന്റെ പടിയിറങ്ങുമ്പോൾ വിങ്ങുന്ന ഹൃദയത്തോടെ പ്രണയിനികളും സഹപാഠികളും യാത്രാമൊഴി ചൊല്ലുമ്പോൾ മൂകസാക്ഷിയായി നിന്ന് പൂവിതളുകൾ വിതറിയ ഗുൽമോഹറുകളെ മറക്കാനാവില്ല എന്നാണ് കലാലയ ജീവിതത്തിന്റെ മധുരവും നൊമ്പരങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുൽമോഹർ എന്നും പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, വിടപറച്ചിലിന്റെ പ്രതീകമായി പൂത്തു ജ്വലിച്ചു നിൽക്കുന്നത്. പാതയോരങ്ങളിൽ പൂമെത്ത വിരിച്ചുകൊണ്ടാണ് ഗുൽമോഹർ മരങ്ങൾ വേനലിന് വിട ചൊല്ലുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവ പൂക്കുക. അലങ്കാരത്തിനും തണലിനുമായി നട്ടുവളർത്തുന്ന ഗുൽമോഹറുകൾ 30 അടിയോളം ഉയരത്തിൽ വളരും. ഉയരത്തിലെത്തിയാൽ പിന്നെ ഇവയുടെ തലപ്പ് പരന്ന് പന്തലിക്കും. പരമാവധി 1/2 സെന്റിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഇലകളുടെ വലിപ്പം. ശാഖാഗ്രത്തിൽ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. പൂവിന് ചുവപ്പ് നിറവും മിക്കവാറും സ്പൂണിന്റെ ആകൃതിയുമായിരിക്കും. പരന്ന പച്ച തലപ്പും അതു നിറയെ ചുവന്ന പൂക്കളുമായി നിൽക്കുന്ന ഗുൽമോഹറുകൾ ഏവർക്കും മനോഹരമായ കാഴ്ചയാണ്. TGV ന്യൂസ്, കൊടകര.